ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ 2 യോഹന്നാൻ 9 വായിക്കുന്നു. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിരുകടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനുമുണ്ട്. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. സത്യം, സ്നേഹം, അനുസരണം തുടങ്ങിയ ക്രിസ്തീയ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി ദുരുപദേഷ്ടാക്കന്മാർ സഭകളിൽ കടന്നു കയറി അവരുടെ പിന്നാലെ ജനത്തെ വലിച്ചു കളയുന്ന പ്രവണതകൾക്കെതിരെ യോഹന്നാൻ അപ്പോസ്തലൻ മുന്നറിയിപ്പ് നൽകുന്നു. എതിർ ക്രിസ്തുവും വഞ്ചകനും യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്നവനെന്ന് സ്വീകരിക്കാത്തവരാണ്. അവർ ദുരുപദേശവും കൊണ്ട് ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. അപ്പോസ്തലന്മാർ തങ്ങൾ അധ്വാനിച്ചുകൊണ്ട് രക്ഷകനായ യേശുക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിച്ച് വിശ്വാസികളെ ആത്മീയമായി പ്രാപ്തരാക്കി അവരുടെ പ്രയത്നഫലം കളയരുതെന്നും കർത്താവിൽ നിന്ന് ലഭിക്കേണ്ട പൂർണ്ണ പ്രതിഫലം നേടേണ്ടത് സൂക്ഷിച്ചുകൊള്ളുവാനും അപ്പോസ്തലൻ മുന്നറിയിപ്പ് നൽകുന്നു. ദൈവവും മനുഷ്യനും എന്നുള്ള നിലയിലും പിതാവായ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇടയിലുള്ള ഏക മധ്യസ്ഥൻ എന്ന നിലയിലും ക്രിസ്തുവിൻ്റെ പങ്കിനെയും അവൻ്റെ രക്ഷാപ്രവർത്തനങ്ങളെയും കുറിച്ച് അപ്പോസ്തലന്മാർ മുഖാന്തരം ലഭിച്ച ഉപദേശങ്ങളിൽ നിലനിൽക്കാതെ അതിര് കടന്നു പോകുന്ന ഒരുവനും ദൈവമില്ല എന്നും ഉപദേശങ്ങളിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനും ഉണ്ട് എന്നും വ്യക്തമായി നാം മനസ്സിലാക്കണം. ക്രിസ്തുവിൻ്റെ ഉപദേശവും അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലുകളിൽ നിന്ന് വ്യതിചലിക്കുന്ന വ്യക്തികൾ ദൈവത്തിൽ നിന്നുള്ള വേർപിരിയലിന് കാരണമാകുന്നു. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ ഇല്ലാത്ത താൽക്കാലിക സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഭവനങ്ങളിലും സഭകളിലും നുഴഞ്ഞു കയറുന്ന ദുരുപദേശക്കന്മാർക്കെതിരെ വിശ്വാസ സമൂഹം കരുതിയിരിക്കണം. ക്രിസ്തുവിൻ്റെ ഉപദേശം കൊണ്ടല്ലാതെ മറ്റൊരു ഉപദേശവും കൊണ്ട് നിങ്ങളുടെ അടുക്കൽ ഒരുത്തൻ വരുന്നു എങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്. അവന് കുശലം പറയുകയും അരുത്. അവന് കുശലം പറയുന്നവൻ അവൻ്റെ ദുഷ്പ്രവർത്തികൾക്ക് കൂട്ടാളിയല്ലോ. വിശ്വാസികൾ വചനാടിസ്ഥാനത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ദുരുപദേശക്കാരെ അകറ്റി നിർത്തുകയും ചെയ്യുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളെ കർത്താവ് പ്രവർത്തിക്കുകയും നമുക്ക് ലഭിക്കേണ്ട പ്രതിഫലം തക്ക സമയത്ത് ലഭിക്കുകയും ചെയ്യും. ഓർക്കുക, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിര് കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനുമുണ്ട്. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ്